ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടമ്പ് എന്ന് പറയുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കാസർഗോഡ് നാട്ടിൽ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഒട്ടും എണ്ണ ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് കടമ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടാവും, ഇതാദ്യമായിട്ട് ഞെട്ടലോടെ കാണുന്നവരുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു പകൽ മുഴുവനും 3 കപ്പ് 250 കപ്പിൽ 3 കപ്പ് റേഷൻ അരി കുതിർത്ത് വെച്ചിട്ട് ഇതേപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന അരിയില്ലേ, ആ ഒരു അരി ഇതേപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു വലിയ തേങ്ങയുടെ പകുതി ഭാഗം മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരക്കുന്ന സമയത്ത് ചെറിയ പീസസ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ ചോറാണ് കേട്ടോ. റേഷൻ അരി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന പുഴുക്കലരി, ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ചോറും കൂടി എടുത്തിട്ടുണ്ട്. ചോറ് നമ്മൾ ഒരു പിടി അരിക്ക് അതേപോലെ കുറച്ച് ഒരു 1.5 പിടിയൊക്കെ അരി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പിടി തേങ്ങയും കുറച്ച് സവോളയും അതേപോലെ ഒരു പിടി ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒട്ടും ലൂസാവാതെ തന്നെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ നമ്മുടെ മാവ് വളരെ ലൂസായി പോകും. അപ്പോൾ നമുക്ക് കുറേ അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ടൈറ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ ഒരു രാത്രി, ഇപ്പം ഞാൻ വൈകുന്നേരമാണ് അരച്ചത്. അപ്പോൾ രാത്രി മുഴുവനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലെ ഞാൻ എടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ അരിപ്പൊടി ചേർത്തിട്ട് കുഴക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഉള്ള രീതിയിൽ നിങ്ങൾ അരിപ്പൊടി ചേർത്തിട്ട് 1-2 സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണാണ്, നമ്മൾ കറിയൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്പൂണിൽ ഒരു 2 സ്പൂണോ മറ്റോ ഇട്ടിട്ട്, ഇപ്പം ഞാൻ 2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് മതിയായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ നല്ലപോലെ ഉറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുട്ടാൻ പാകത്തിന് കുഴച്ചെടുക്കാം. നമ്മൾ ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി, ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതേപോലെ പറച്ചമ്പിൽ അടിയിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വെള്ളം എടുക്കാം. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ 40 മിനിറ്റെങ്കിലും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ വെള്ളം നല്ലപോലെ എടുക്കുക. ഇതേപോലെ ഇനി ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ആ പറച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഇതേപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്താം. എന്നിട്ട് നമ്മുടെ തള്ളവിരൽ കൊണ്ട് സെൻട്രലായിട്ട് ഒരു കുഴി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് തേങ്ങയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകമൊക്കെ ചേർക്കാം. അപ്പോൾ അതൊരു നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ, കാസർഗോഡ് രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ ജീരകമൊന്നും ചേർക്കാറില്ല. ഇതേപോലെ ഉള്ളിയും തേങ്ങയും പിന്നെ അരിയും കൂടി ചോറും ചേർത്തിട്ടാണ്, കുറേ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിലാണ് നമ്മളിത് ഉണ്ടാക്കാറ് കേട്ടോ. അതുമല്ലാതെ ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. ദോശയും പത്തിരിയൊക്കെ പോലെ കുറേ സമയം അടുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും മാവ് ബാക്കിയുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ ഇത് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കലാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഞാനിപ്പോൾ ഒരു 40-45 മിനിറ്റിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറേയൊക്കെ ആണെങ്കിൽ ഒരു 50 മിനിറ്റൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ റമദാനൊക്കെ വരെയല്ലേ, അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്തെങ്കിലും ഒരു ഹായ് എങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പോണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്, അസ്സലാമു അലൈക്കും.